ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞാൻ എങ്ങനെ വെണ്ടയ്ക്ക സ്റ്റൂ കറി ഉണ്ടാക്കുന്നതെന്നാണ്. 1/2 കിലോ വെണ്ടയ്ക്ക അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് അല്പനേരം വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി വാരിയെടുത്തതും 10 പച്ചമുളക് അരിഞ്ഞതും 1 കുടം വെളുത്തുള്ളി അരിഞ്ഞതും 2 സവാള അരിഞ്ഞതും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്താണ് ഇത്. എന്നിട്ട് ഇത് നന്നായിട്ട് വഴന്നു 2 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് അര സ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് വഴറ്റുക. ഇതിന് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്താണ്. എന്നിട്ട് വഴറ്റിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് തിളയ്ക്കണം. ഈ മസാലപ്പൊടി ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് പറയാം. ഈ മസാലക്കൂട്ട് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അത് വെയിലത്ത് വെച്ച് നന്നായി ഉണക്കി മിക്സിക്കകത്തിട്ട് പൊടിച്ചെടുത്തതാണ്. ഇതിനി നന്നായിട്ട് തിളച്ച് വരണം. ഇത് തിളച്ച് വന്നു. ഇനി ഒരു തേങ്ങ പൊടിച്ച് അതിൻ്റെ പാലെടുത്ത് ഇത് മിക്സിക്കകത്തിട്ടെടുത്താണ്, അടിച്ചെടുത്ത പാലെടുത്താണ്. എന്നിട്ട് ആ പാലും ഇതിനകത്ത് ഒഴിക്കണം. എന്നിട്ടൊരു തിള വരാറാകുമ്പോൾ, നന്നായിട്ട് തിളയ്ക്കല്ലേ, തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒത്തിരി തിളയ്ക്കല്ല, ഒരു തിള വരാറാകുമ്പോഴത്തേക്ക് നമ്മളിത് ഓഫ് ചെയ്യണം. പിന്നെ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഉപ്പില്ലെങ്കിൽ അല്പം കൂടി ഉപ്പ് നമുക്കിടാം. ഇങ്ങനെയാണ് ഞാൻ വെണ്ടയ്ക്ക സ്റ്റൂ കറി ഉണ്ടാക്കുന്നത്. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.